إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസുകളുടെ തുടർച്ചയാണ് ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ ഒരു വലിയ വിജയമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാനുള്ള അവസരം. ബൈത്തുൽ മുഖദ്ദസ് നമ്മൾക്കറിയാം റോമാക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പാതിരിമാരും സമൂഹത്തിലെ ഉയർന്ന ആളുകളുമെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. ആ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല ഒരുപാട് സഹസ്രാബ്ദങ്ങളായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തികമായി ഉയർന്ന പ്രദേശമായിരുന്നു ഈജിപ്ത്. ഫറവോമാരുടെയും റോമാക്കാരുടെയും അതിനു മുമ്പ് അല്ലെങ്കിൽ അതിനിടയിൽ മാസിഡോണിയക്കാരുടെയും ഒക്കെ ഭരണം നടന്ന പ്രദേശമാണ് ഈജിപ്ത്. അങ്ങോട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളെല്ലാം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പേർഷ്യയ്ക്ക് ഇറാഖ് എന്ന പോലെ ഷാമിനും റോമാ സാമ്രാജ്യത്തിനും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു താങ്ങായിട്ടായിരുന്നു ഈജിപ്ത് ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ അവർക്കെല്ലാവർക്കും ഒരു സുരക്ഷിത താവളം നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രത്തിന് ഒരു ഭീഷണിയാണത്. അതേപോലെ തന്നെ അറേബ്യയിലുള്ള എല്ലാ ചലനങ്ങളും ദൈനംദിനമെന്നോണം ഈജിപ്തിലേക്കും അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കുമൊക്കെയുള്ള സ്ഥിരമായി പോകാറുണ്ടായിരുന്ന സ്വാർത്ഥവാഹക സംഘങ്ങളിലൂടെ എത്തിച്ചേരുകയും ചെയ്യും. സഹാബിമാരിൽ തന്നെ പല പ്രമുഖരായ സഹാബിമാരും ഇസ്ലാം വരുന്നതിന് മുമ്പ് ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോയ സഹാബിമാരാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ ഈജിപ്തിനെ സംബന്ധിച്ച് നല്ല അറിവും ധാരണയും ഉണ്ടായിരുന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്കും അതേപോലെ ഈജിപ്തിലേക്കൊക്കെ അവർ സ്ഥിരമായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അറിവുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റിൻ്റെ പ്രാധാന്യം സഹാബിമാർക്ക് അറിയാമായിരുന്നു. മിസ്ർ കീഴടക്കേണ്ടതിൻ്റെ ആവശ്യകത. മിസ്റിനെ സംബന്ധിച്ച് അതായത് ഈജിപ്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോട് പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. റസൂലുള്ളാഹി പറയുകയുണ്ടായത് ഇന്നക്കും സതഫ്തഹൂന മിസ്ർ വഹിയ അർദുൻ യുസമ്മാ ഫീഹൽ ഖിറാത്ത് ഫൈദാ ഫതഹ്തുമൂഹ ഫഹ്സിനു ഇലാ അഹ്ലിഹ. നിങ്ങൾ ഈജിപ്ത് എന്ന ഒരു നാട് കീഴടക്കുക തന്നെ ചെയ്യും. നിങ്ങളത് കീഴ്പ്പെടുത്തിയാൽ അവിടെയുള്ള ആളുകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം, വർത്തിക്കണം. ഫഇന്ന ലഹും ദിമ്മത്തൻ വറഹിമ ഔ ഖാല ദിമ്മത്തൻ വസിഹറ. കാരണം ആ നാട്ടുകാരുമായി നിങ്ങൾക്ക് വിവാഹബന്ധമോ കുടുംബബന്ധമോ ഉണ്ട്. ആ നാട്ടിലുള്ള ആളുകളുമായി നിങ്ങളുടെ ബന്ധുക്കാരോ കുടുംബക്കാരോ ആണ് ഈജിപ്തുകാർ. ഫൈദാ റഅയ്ത റജുലൈനി യഖ്തസിമാനി ഫീഹാ ഫീ മൗദിഇ ലബിനത്തിൻ ഫഖ്റുജ് മിൻഹ. അവിടെയുള്ള ആളുകൾ ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലത്തിന് വേണ്ടി തർക്കിക്കുന്നത്
അതിനുവേണ്ടി ശണ്ട കൂടുന്നതായി കണ്ടാൽ നീ അതിലിടപെടാതെ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ ഉപദേശിക്കുകയുണ്ടായി. ഈ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നതാണ്. എന്നിട്ട് ഫറഅയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ശുറഹ്ബീൽ ഇബ്നു ഹസന വ അഖാഹു റബീഅ യഖ്തസിമാനി ഫീ മൗദിഇ ലബനത്തിൻ ഫഖറജ്തു മിൻഹാ. അബൂ ദർ അൽ ഗിഫാരിയാണ് ഹദീസ് ധരിക്കുന്നത്. അദ്ദേഹം പറയാൻ ശുറഹ്ബീൽ ഇബ്നു ഹസനയുടെ മകൻ അബ്ദുറഹ്മാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ റബീഅയും തമ്മിൽ ഭൂമിക്ക് തർക്കമുണ്ടായത് കണ്ടതോടുകൂടി ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, മടങ്ങി മദീനയിലേക്ക് തിരിച്ചു പോന്നു എന്ന് അബൂ ദർ അൽ ഗിഫാരി പറയാം. അപ്പോൾ സഹായിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം അവരുടെ മനസ്സിലുണ്ട്. ഇവിടെ റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ ആ പ്രദേശം കീഴടക്കിയാൽ യുസമ്മ ഫിഹൽ ഖീറാത്ത്, അതിൽ ഒരു വാചകം കൂടി കൂടുതലുണ്ട്. ആ പ്രദേശത്ത് ഖീറാത്ത്, അതായത് പിന്നെ സ്വർണവും വെള്ളിയും സാമ്പത്തികമായി ആ നാടിൻ്റെ പേര് തന്നെ അങ്ങനെയായിരിക്കും, പണം എമ്പാടും ഉണ്ടാകും, അതിൻ്റെ പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അവിടെ നിങ്ങൾക്ക് കുടുംബവും ബന്ധവുമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത്. അതുകൊണ്ട് നല്ല നിലയിൽ വർത്തിക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലെങ്കിൽ അറബികൾക്ക് അവരുമായുള്ള ബന്ധം? ഒന്ന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഹാജർ അവിടുത്തുകാരിയാണ്. ഹാജറിനെ സംബന്ധിച്ച് സാറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആദ്യ ഭാര്യ. അവരുമായി അവിടെയുള്ള ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയിൽ, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോരുന്ന വഴിയിൽ ഈ ഫറോവയുടെ മുന്നിലെത്തി. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സാറ പ്രാർത്ഥിക്കുകയുണ്ടായി, അള്ളാഹുവേ അയാളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്നൊക്കെ ചില റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സാറയോട് പറഞ്ഞിരുന്നു, നീ അവിടെ ചെന്നാൽ അയാളോട് നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ്, സഹോദരനും സഹോദരിയുമാണെന്ന് പറഞ്ഞേക്കുക. എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ എന്നെ വധിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് സഹിയായ ഹദീസുകളിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഉദ്ദേശിച്ചത് കളവ് പറയാനല്ല, മറിച്ച് അവർ മാത്രമാണ് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവരുടെ സംസാരത്തിൻ്റെ സഹോദരൻ സഹോദരി എന്ന് പറയുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ മുസ്ലിങ്ങളായിട്ട്. അപ്പോൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ പരസ്പരം സഹോദരനും സഹോദരിയുമാണ് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് പറയാൻ, അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഏതായിരുന്നാലും അതൊക്കെ ചരിത്രമാണ്. പിന്നീട് അയാൾ, അതായത് ഫറോവ സാറയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അയാൾ ഭയപ്പെടുകയും അള്ളാഹു അത്ഭുതകരമായി സാറയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അത് കണ്ട് പേടിച്ച് രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ സാറയോട് തന്നെ അയാൾ പറഞ്ഞു എന്നാണ്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് പറയണം. അങ്ങനെ സാറ പ്രാർത്ഥിച്ചു. ഫറോവ അയാളുടെ കൈ കുഴയുകയാണ് ചെയ്തത്. ശരീരത്തിൽ പക്ഷാഘാതം പോലെ ഒരു അസുഖം ബാധിക്കുകയാണ് ചെയ്തത്. അത് മാറിയതോടുകൂടി അയാൾ സന്തോഷവാനായി. അവർക്ക് സമ്മാനമായി ഹാജറിനെ നൽകി. ഹാജർ അടിമയാണ് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. അടിമ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന രാജകുടുംബത്തിലെ രാജകുമാരിയാണ്. ആര്? ഹാജർ. ഫറോമാർ ആ നാട് കീഴടക്കിയപ്പോൾ കിട്ടിയ രാജാവിൻ്റെ പെൺകുട്ടികളെ അടിമയായി പിടിച്ചതാണ്. അങ്ങനെയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഹാജർ. അതല്ലാതെ ഒരു അടിമ കാപ്പിരി സ്ത്രീ അല്ല ഹാജർ. പലപ്പോഴും നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ. അങ്ങനെ അവർക്ക് സമ്മാനമായി നൽകി. സാറേ അതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വിവാഹം ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ അന്നത്തെ നിലവാരമനുസരിച്ച് അടിമയായി വെപ്പാട്ടികളായി അവർ വിൽക്കാറുണ്ടായിരുന്നു. ആ രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഹാജർ അലൈഹി സ്വലാം. അപ്പോൾ ഉമ്മയുടെ ബന്ധുക്കളാണ് അവിടെയുള്ള ആളുകൾ ആ അർത്ഥത്തിൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീണ്ടും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് അവരുമായി കൂടുതൽ ദൃഢബന്ധമുണ്ടാകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 7-ാം വർഷം നമ്മൾ പല സമയത്ത് ഉണർത്തിയ കാര്യമായിരുന്നു. ഓരോ പ്രദേശങ്ങളിലേക്കും അവിടെയുള്ള നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും മുസ്ലിം ആവാൻ, ആ നാട്ടിലെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തുകൾ എഴുതിയത്. ആ കൂട്ടത്തിൽ ഈജിപ്തിലെ റോമാക്കാരുടെ ഗവർണറായിരുന്നു മുക്കൗക്കിസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള രാജാവായിരുന്നു മുക്കൗക്കിസ്. അയാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയച്ചിരുന്നു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആണ് ആ കത്തുമായി ഈജിപ്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അയാൾ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന ദൂതനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ഹാത്തിബിന് കത്ത് ഏൽപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ രാജാക്കന്മാർക്ക് എഴുതാറുള്ള വരികൾ തന്നെയാണ്. നിങ്ങൾ വിശ്വാസിയാവുക, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നിങ്ങളും
നിങ്ങൾ വിശ്വാസിയായി മാറിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രജകൾക്കും രക്ഷപ്പെടാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് വായിച്ചു. അപ്പോൾ മുഖൗഖിസ് ഹാത്തിബിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ കത്ത് എഴുതിയ പ്രവാചകൻ യഥാർത്ഥ സത്യപ്രവാചകനായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്ന് അയാളെ അദ്ദേഹത്തിൻ്റെ ആളുകൾ പുറത്താക്കിയപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടുകൂടായിരുന്നോ എന്ന് മുഖൗഖിസ് ഹാത്തിബിനോട് ചോദിക്കുകയുണ്ടായി. ഉടനെ ഹാത്തിബ് തിരിച്ചു ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ക്രൈസ്തവരാണല്ലോ, നിങ്ങൾ കുരിശിനെ ആരാധിക്കുന്നത് അള്ളാഹുവിൻ്റെ നിങ്ങളുടെ കൽപ്പനപ്രകാരം മകനും ഞങ്ങളുടെ വിശ്വാസപ്രകാരം പ്രവാചകനുമായ നിങ്ങളുടെ വിശ്വാസപ്രകാരം അവർ അള്ളാഹിൻ്റെ മകനെന്ന് ജൽപ്പിക്കുന്നു. നഅൂദുബില്ല. അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിലേക്ക് തറക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടില്ല എന്ന് അയാളുടെ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ മുഖൗഖിസ് കീഴടങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കത്തെഴുതുകയും ചെയ്തു. ഹാത്തിബിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് സത്യപ്രവാചകനാണെന്ന് എനിക്കറിയാം എന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിച്ച് കത്തെഴുതുകയും അത് ഹാത്തിബിനെ ഏൽപ്പിക്കുകയും ആ കത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ ദൂതന്റെ അടുക്കൽ നിങ്ങൾക്ക് സമ്മാനമായി ചില സംഗതികൾ വിടുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി കൊടുത്ത സമ്മാനങ്ങൾ 1-2 അടിമകളെയാണ്, അടിമ സ്ത്രീകളെ. രാജാക്കന്മാർ അവരുടെ വീടുകളിൽ പരിപാലിക്കുന്ന പ്രത്യേകം അടിമകളാണ്. അങ്ങനെയുള്ള 2 സ്ത്രീകൾ, ഒന്ന് സീരീൻ, മറ്റൊന്ന് മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരെയും അതേപോലെ ഒരു ദുൽദുൽ എന്ന് പറയുന്ന ഒരു കുതിരയോ അല്ലെങ്കിൽ കോവർക്കഴുതയോ അതിനെയും കൂട്ടത്തിൽ സമ്മാനം കൊടുത്ത കൂട്ടത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുപാട് കാലം റസൂലിൻ്റെ വെളുത്ത ബൈലത്ത് എന്ന് പറയുന്ന കോവർക്കഴുത ഈ സമ്മാനമായി കിട്ടിയ കോവർക്കഴുതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാരിയയെ സ്വീകരിച്ചു. സീരീനെ ഹസ്സാൻ ഇബ്നു സാബിത്താണ് വിവാഹം ചെയ്തത്. ഹസ്സാന്റെ കൂടെയായിരുന്നു അവരുണ്ടായിരുന്നത്. മാരിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ആരാണത്? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ ഒഴികെയുള്ള ബാക്കി എല്ലാ മക്കളും മരണപ്പെട്ടതിന് ശേഷമാണത്രേ ഇബ്രാഹിമിൻ്റെ ജന്മമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വലിയ സന്തോഷവാനായിരുന്നു. നമ്മൾ അടിമകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് കാണുന്ന ചിന്താഗതിയിലോ ആ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളല്ലാത്തവർ കാണുന്ന രൂപത്തിലോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും അവരോട് പെരുമാറിയിരുന്നത്. മറിച്ച് റസൂലുള്ളാഹി ഇബ്രാഹിമിനെ മാരിയ പ്രസവിച്ചപ്പോൾ സഹാബിമാരോട് വന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ഞാൻ അവന് എൻ്റെ പിതാവിൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് തന്നെ നൽകി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം ഇഹലോകവാസം വെടിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദുഃഖിതരായി. ആ ദിവസമായിരുന്നു ഒരു സൂര്യഗ്രഹണം ഉണ്ടായത്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, ഇബ്രാഹിമിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സൂര്യന് ഗ്രഹണം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടവും സ്നേഹവും അതേപോലെ ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന മക്കളിൽപ്പെട്ടതാണ് ഇബ്രാഹിം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെപ്പോലെ ബാക്കിയുള്ള പെൺകുട്ടികളെയും പോലെ അവരും റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്, ഫാത്തിമ ഒഴികെയുള്ള. അതിനൊക്കെ വലിയ യുക്തിയുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന്. ഒന്ന്, ആ മക്കൾക്ക് പിന്നീട് നുബുവത്ത് വേണ്ടി വരും എന്ന ചിന്താഗതിയൊക്കെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് പ്രകാരം ആ രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്നെയും മാസങ്ങൾക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ അവരും നിര്യാതയാകുകയാണ് ചെയ്തത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് മാരിയ. ആ നിലയിൽ നമ്മൾക്ക് അവരുമായി വലിയ ബന്ധമുണ്ട്. നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് വസിയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ ഈജിപ്ത് മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന ആ സ്വപ്നം സഹായിമാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ജാബിയയിലേക്ക് വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്ന വരവിൽ ജാബിയയിലേക്ക് എല്ലാ സൈനിക കമാൻഡർമാരെയും നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയിരുന്നു. ആ സമയത്ത് അംർ ബിൻ ആസ് പറയുകയുണ്ടായി, എനിക്കൊരു 4000 പടയാളികളെ വിട്ടുതന്നാൽ ഞാൻ ഈജിപ്ത് കീഴടക്കാം. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം റോമാക്കാരുടെ ഏറ്റവും വലിയ ഭൂമികയാണ്. നല്ല സൈനിക ശേഷി അവർക്കുണ്ട്. ഷാമിലേറെ ശക്തമായി അവിടെയുള്ള എല്ലാ കോട്ടകളും മറ്റൊരുപാട് അനുകൂലമായ ഘടകങ്ങളും അവർക്കുണ്ട്. അതിനെ ആക്രമിച്ചാൽ ഒരു പക്ഷേ തേനീച്ചക്കൂട്ടത്തിൽ കല്ലെടുത്തെറിയുന്നത് പോലെ ആയിരിക്കും എന്ന ഭയം കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് സമ്മതിച്ചില്ല എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. ചില റിപ്പോർട്ടുകളുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നിർദ്ദേശിച്ചു അത് കീഴടക്കാൻ എന്നാണ്. അല്ലാഹു അലം. ഏതായിരുന്നാലും അതിൻ്റെ പരിപൂർണതയായി
അവസാനം അംർ ബിൻ യാസ് ഉമർ ഖാനോട് പറഞ്ഞതായി ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്, എനിക്കൊരു ഭൂമി അറിയാം, അവിടെയുള്ള മണ്ണ് സ്വർണത്തെക്കാൾ ഫലഭൂയിഷ്ടമാണ്, അവിടെയുള്ള പുരുഷന്മാർ ജയിച്ചവരുടെ കൂടെയായിരിക്കും, പിന്നെ അവരുടെയുള്ള സ്ത്രീകൾ ലൊബ ടോയ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം, അങ്ങനെയാണെന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ ശരിയായ ചരിത്രങ്ങളിലൊന്നും ആ ചൊല്ല് ആളുകൾക്കിടയിൽ മഷൂറാണ്, പ്രസിദ്ധമാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചാണ്. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും, അതിലെ മണ്ണ് ശരിയായിരിക്കാം, പക്ഷേ പുരുഷന്മാർ ജയിച്ചവരുടെ കൂടെയാണ് എന്ന പരാമർശം ശരിയായിരിക്കാൻ സാധ്യതയില്ല. കാരണം സഹാബിമാരോട് അല്ലെങ്കിൽ സഹാബിമാർ കീഴടക്കാൻ ചെല്ലുമ്പോൾ ഈജിപ്തിൻ്റെ അവസ്ഥ, അവർ റോമാക്കാരുമായി നിരന്തര സംഘടനത്തിലാണ്. അതിനു മുമ്പ് റോമാക്കാരോട് അവർ സംഘടനത്തിലായിരുന്നു. ഇവിടെ റോമാക്കാർ പരസ്പരം, അതായത് ബൈസന്റൈൻ സാമ്രാജ്യവുമായി ഈജിപ്തുകാർ വിശ്വാസപരമായി അല്പം വ്യത്യാസത്തിലായിരുന്നു. ഈജിപ്തിനെ റോമാക്കാർ കീഴടക്കുന്നത് മാസിഡോണിയൻ ഭരണാധികാരികളിലെ അവസാനത്തെ ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും, അവർ തമ്മിലൊക്കെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരിൽ നിന്നാണ് റോമാക്കാർ അതിനെ പിടിച്ചെടുത്ത് റോമാ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. പിന്നീട് റോമാക്കാർ ക്രിസ്ത്യാനികളായി മാറി. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളും ക്രൈസ്തവരായി മാറി. അതിനു മുമ്പ് അവരുടെ മതം, അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ മതവും രാജാവിനെ തന്നെ ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോമാരോടെ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. അവസാനം എത്തിയ സംഭവമാണത്. ആ റോമാക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവിടെയുള്ള ആളുകളുമായി അഭിപ്രായ വ്യത്യാസത്തിലായി. അതായത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വ്യക്തിത്വത്തിൽ തർക്കമുണ്ടാവുകയും AD 323 നീക്കിയ സുന്നഹദോസ്, അവരുടെ സുന്നഹദോസ് കൂടിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാറുള്ളത്, മതനിയമങ്ങൾ ക്രൈസ്തവർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ തലസ്ഥാനത്തിൻ്റെ നിയന്ത്രണമുള്ള പാതിരിമാരും അലക്സാണ്ട്രിയയുടെ നിയന്ത്രണമുള്ള പാതിരിമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. ഈസാ നബി അലൈഹി സ്വലാമിന് പ്രത്യേക വ്യക്തിത്വമുണ്ടോ, അതല്ല ദൈവത്തിൻ്റെ ആളത്വമാണോ അംശത്വമാണോ എന്നൊക്കെയുള്ള തർക്കം അവർക്കിടയിൽ രൂക്ഷമാവുകയും രണ്ട് കൂട്ടരും രണ്ട് അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ ഉള്ള ആളുകൾ പിന്നീട് ഓർത്തഡോക്സുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വലിയ കലാപത്തിലേക്ക് എത്തിച്ചേരുകയും യുദ്ധങ്ങളോ സംഘടനകളോ ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു, ആഭ്യന്തര സംഘർഷങ്ങൾ അവർക്കിടയിൽ. അപ്പോൾ അവർക്കിടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ആ നാടിൻ്റെ പ്രത്യേകതയും ഒക്കെ നേരത്തെ തന്നെ ആര് മനസ്സിലാക്കിയിരുന്നു? അമർ ബിൻ യാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ആ രൂപത്തിൽ പറഞ്ഞത്, ഉമർ ഖാനോട് നിർദ്ദേശിച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അമർ ബിൻ യാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും അമർ യാത്രയാവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു പോന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായില്ല. ഈജിപ്ത് കീഴടക്കാൻ പുറപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർത്തുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് എഴുതി അമർ ബിൻ യാസിനെ അറിയിക്കുകയുണ്ടായി. നിങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ കത്ത് കിട്ടിയ സ്ഥലത്ത് വെച്ച് തിരിച്ചു പോരുക. കീഴടക്കിയ പ്രദേശങ്ങൾ ശരിയായ രൂപത്തിൽ ഇസ്ലാമികവൽക്കരണം നടത്തിയതിന് ശേഷം, അവിടെയുള്ള ഭരണവ്യവസ്ഥകളൊക്കെ നല്ല രൂപത്തിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന നിർദ്ദേശം ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അറിയിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം കത്ത് തുറക്കുന്നത് ഈജിപ്തിലെ അരീഷ്, ഇന്നും ആ പേരിൽ തന്നെയാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. അരീഷ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ്. നിങ്ങൾ മാപ്പ് ധാരണയിലുണ്ടാവുമല്ലോ. ഈജിപ്തിൻ്റെ മധ്യാധരണിയായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെഡിറ്ററേനിയൻ കടൽ, ആ തുർക്കിയുടെയും അതിനൊക്കെ ഇടയിലുള്ള ആ പ്രദേശത്തുള്ള കടലാണത്. ആ അരീഷ് പട്ടണത്തിലെത്തിയപ്പോഴാണ്, സ്ഥലത്തെത്തിയപ്പോഴാണ് അദ്ദേഹം കത്ത് തുറന്ന് വായിച്ചത്. ചില റിപ്പോർട്ടുകളുള്ളത്, ഞാൻ കത്തിൽ എഴുതി അയക്കാം, നീ ഇപ്പോൾ പോയിക്കോളൂ, ആ കത്തിലുള്ള തീരുമാനം അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ മതി എന്നായിരുന്നു അത്രേ ഉമർ ഖാൻ പറഞ്ഞിരുന്നത്. കത്ത് അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചു. പക്ഷേ അദ്ദേഹം കത്ത് തുറന്നത് ഈജിപ്തിലേക്ക് എത്തിയതിന് ശേഷമാണ്. അതിലുള്ളത്, നിങ്ങൾ ഈജിപ്തിൽ എത്തിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോരുക, തിരിച്ചു വരിക, ഈജിപ്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ തുടർന്നു പോവുക എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അരീഷിലേക്ക് ചെന്നു. കാര്യമായ ചെറുത്തുനിൽപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അരീഷുള്ളത് വടക്ക് ഭാഗത്താണ്. അങ്ങനെ മുന്നോട്ട് ഗമിച്ചു. പിന്നീട് അവർ നേരെ കടലിൻ്റെ തീരത്തുനിന്ന് മാറി ആധുനിക കൈറോയൊക്കെ ഉള്ള പ്രദേശത്തിൻ്റെ ഭാഗമായ തെക്കോട്ടാണ് പിന്നീട് സഞ്ചരിച്ചത്. അതായിരുന്നു ഹാജിമാർ വരാറുള്ള പാത. അതേപോലെ കച്ചവടക്കാരൊക്കെ ഈജിപ്തുമായി യാത്രാ സംഘങ്ങൾ സഞ്ചരിക്കാറുള്ള വഴിയിലൂടെ അങ്ങോട്ടാണ് മാറി സഞ്ചരിച്ചത്. അമർ ബിൻ യാസ് റളിയല്ലാഹു അൻഹുവിന് ആ വഴിയും പരിചയമുള്ളത് കൊണ്ടായിരിക്കാം ആ സ്ഥലം തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർ എത്തിച്ചേർന്നത് ഈജിപ്തിലെ ഫർമ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ റോമാക്കാരുടെ കോട്ടയുണ്ട്. അതേപോലെ തന്നെ അവരുടെ പട്ടാളക്കാരൊക്കെ സ്ഥിരമായി താമസിക്കുന്ന പ്രദേശമാണ്. പക്ഷെ അവിടെയൊന്നും കാര്യമായ ചെറുത്തുനിൽപ്പ് അവർക്കുണ്ടായിരുന്നില്ല.
ഫർമയിൽ എത്തുന്നതുവരെ, ഈജിപ്തിൻ്റെ അകത്തോട്ട് എത്തുന്നതുവരെ വഴിയിലൊന്നും കാര്യമായൊരു യുദ്ധമോ തടസ്സമോ അവർക്ക് നേരിടേണ്ടി വന്നില്ല. അവർ ഈജിപ്തിലേക്ക് എത്തിയ വിവരം മുക്കൗക്കിസിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അമർ ബിൻ ആസും അതേപോലെ സഹാബിമാരും സംഘങ്ങളുമൊക്കെ ഈജിപ്തിൻ്റെ പരമാവധി ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിയതിനു ശേഷം അവരെ 4 ഭാഗത്തു നിന്നും ആക്രമിക്കാം എന്ന വിശദമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മുക്കൗക്കിസ് പ്രത്യേക നടപടികളൊന്നും സ്വീകരിക്കാതെ ഒരുക്കത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടി. അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും സൈന്യവും ഫർമയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ കോട്ടകളിൽ നിന്ന് ചെറിയ എതിർപ്പുകളൊക്കെ നേരിട്ടെങ്കിലും അവരതിനെ ഏതാനും ദിവസത്തെ ഉപരോധത്തിന് ശേഷം കീഴടക്കുകയും മുസ്ലിങ്ങളെ ആ പ്രദേശത്തുള്ള ആളുകളിൽ പലരും വിശ്വാസികളാവുകയും ബാക്കിയുള്ള ആളുകൾ ജിസിയ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ നീങ്ങിയത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കോട്ടയും ഈജിപ്തിലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി പണികഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ബാബിലോണിയൻ കോട്ട. ചില റിപ്പോർട്ടുകളുള്ളത് നെപ്പോളിയൻ കോട്ട എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് പിന്നീട് വന്ന പേരായിരിക്കാം. ഏതായിരുന്നാലും ആ കോട്ട ഉപരോധിക്കാനാണ് അവർ ചെന്നത്. അവിടെ എത്തിയപ്പോൾ മുക്കൗക്കിസിന് അപകടം മനസ്സിലായി അയാളുടെ കാഴ്ചപ്പാടിൽ. അതായത് ഇനി വിട്ടുകൊടുത്താൽ മുസ്ലിങ്ങൾ ഓരോ പ്രദേശവും പട്ടണങ്ങളും ഒന്നൊന്നായി കീഴടക്കുകയും സാമ്രാജ്യം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് മുക്കൗക്കിസ് തന്നെ, അയാളുടെ പേര് കേറസ് എന്നാണ് അറബിയിൽ പറയാം, ഇംഗ്ലീഷിലും അങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. അയാളുടെ സൈനിക കമാൻഡർ അർത്തബൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ ചാണക്യൻ എന്നാണ് അർത്ഥം. പിന്നെ എല്ലാ യുദ്ധതന്ത്രജ്ഞൻ, ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അറബിയിലുള്ളൊരു പേരാണ്. അയാൾ ദമസ്കസിൽ നിന്ന് ഓടിയതാണ്, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മുസ്ലിങ്ങൾ അത് പിടിച്ചടക്കിയ സമയത്ത് സൈനിക കമാൻഡർ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് തിയോഡർ എന്നാണ് അറബിയിൽ പറയാം. അതൊക്കെ ആയിരിക്കും ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ ആ പേരിലൊക്കെ ആയിരിക്കും അവരൊക്കെ അറിയപ്പെടുക. ഏതായിരുന്നാലും അവിടെ എത്തിയപ്പോൾ 70,000 വരുന്ന വലിയ സൈന്യവുമായി മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി ഈ പറഞ്ഞ അർത്തബൂനും അതേപോലെ മുക്കൗക്കിസുമെല്ലാം രംഗപ്രവേശനം ചെയ്തു. വിവരമറിഞ്ഞ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഈ കാര്യം ഖലീഫയെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ സഹായം നൽകി. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, അതേപോലെ മസ്ലമ ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അജ്മഈൻ പ്രമുഖരായി 4 സഹായിമാരുടെ നേതൃത്വത്തിൽ 4000 വരുന്ന പടയാളികളെ മദീനയിൽ നിന്ന് അടിയന്തര സഹായമായി ഈജിപ്തിലേക്ക് നിയോഗിച്ചു. എന്നിട്ട് അവരുടെ അടുക്കൽ കത്തെഴുതി കൊടുത്തു, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ 4000 പടയാളികളെ നിയോഗിക്കുന്നു. അതിലുള്ള ഓരോ പട്ടാളക്കാരും 1000 പടയാളികൾക്ക് തുല്യമാണ്. സുബൈർ ബിൻ അവ്വാമിനെ പോലെയുള്ള സഹായിമാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരിലുള്ള ഓരോ ആളുകളും 1000 പടയാളികൾക്ക് തുല്യമാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ 1,00,000-യോ അല്ലെങ്കിൽ 70,000-യോ നേരിട്ട് കൊള്ളുക എന്ന് എഴുതി അറിയിക്കുകയുണ്ടായി. അവരെത്തുന്നത് വരെ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കോട്ടയെ ഉപരോധിക്കുന്ന ആളുകളെ, ഈജിപ്തിൻ്റെ പ്രത്യേക ഭൂമി ശാസ്ത്ര പ്രകൃതി അനുസരിച്ച് മരുഭൂമിയുണ്ട്, ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ കോട്ട ഉപരോധിക്കുന്ന ആളുകൾ അതിന് ചുറ്റുമായിരിക്കും ഉണ്ടാവുക. അവരെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സൈന്യമാണെങ്കിൽ ആക്രമിക്കുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയാണ്. അപ്പോൾ മുക്കൗക്കിസിൻ്റെ ധാരണ പ്രകാരം അവരെ കോട്ടയ്ക്ക് ചുറ്റും ഉപരോധത്തിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങളെ ആക്രമിക്കാൻ എളുപ്പമായിരിക്കുമെന്ന ധാരണയിൽ അവിടെ എത്തിയപ്പോഴേക്ക് അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും മുസ്ലിങ്ങളും ഈ കോട്ട കീഴടക്കുകയാണ് ചെയ്തത്. അർത്തബൂൻ, ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ ബാബിലോണിയൻ കോട്ടയിലേക്ക്, ബാബിലോണിയ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലമാണ്, ഇതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ, അത് മുസ്ലിങ്ങൾ കീഴടക്കി. സുബൈർ ബിൻ അവ്വാമിനെ പോലെയുള്ള സഹാബിമാർ കോട്ടയുടെ മതിൽ എടുത്ത് ചാടിക്കടന്ന് അതിൻ്റെ വാതിലുകൾ, കവാടങ്ങൾ തുറക്കുകയും മുസ്ലിങ്ങൾ കോട്ടയിലേക്ക് എരിച്ചു കയറുകയും ചെയ്തു എന്നാണ്. അതോടുകൂടി അർത്തബൂനും അല്ലെങ്കിൽ ഈ മുക്കൗക്കിസിനും സൈന്യവും അതിൻ്റെ പുറത്തേക്ക് നീങ്ങി ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ അങ്ങോട്ടാണ് അവർ രക്ഷപ്പെട്ടത്. അവിടെ വെച്ച് അവർക്കിടയിൽ അവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും മുക്കൗക്കിസിന് ഉറപ്പാവുകയും ചെയ്തു. നേരത്തെ ഷാമിലുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് പിടിച്ച് നിൽക്കുക എന്നത് പ്രയാസമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ കത്തിലൂടെ മനസ്സിലാക്കിയതാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ്, പക്ഷേ അധികാരവും താല്പര്യങ്ങളൊക്കെ ആയിരിക്കാം ആ രൂപത്തിൽ അവരെ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ തന്നെ ഒരു ഉറപ്പില്ലാത്തതായതുകൊണ്ട്
അദ്ദേഹം മഹാരാജാവിന് കത്തെഴുതി. അതാരാണ്? ഹിറക്കൽ ചക്രവർത്തി, ഹെർക്കുലീസ്. മുസ്ലിങ്ങളോട് കീഴടങ്ങിയല്ലാതെ മാർഗമില്ല, അവരോട് യുദ്ധത്തിലൂടെ പിടിച്ചു നിൽക്കാൻ സാധ്യമില്ല എന്ന് പറഞ്ഞ് ഹെർക്കുലീസ് ചക്രവർത്തിക്ക് എഴുതിയപ്പോൾ അയാൾ അവരുടെ പഴയ പാസ്റ്റ് ഓർമ്മയായി. അതായത് നിരന്തരമായി റോമാക്കാരുമായി, ബൈസന്റൈൻ സാമ്രാജ്യവുമായി ഈജിപ്തിലുള്ള കിബത്തികൾ, കോപ്റ്റിക്കുകാരും തമ്മിൽ സംഘടനയാണ്. പല പ്രശ്നങ്ങളുടെയും പേരിൽ, വംശീയതയുടെ പേരിൽ, പിന്നീട് അവസാനം ക്രിസ്ത്യാനിസത്തിന്റെ 2 പിളർപ്പിന്റെ പേരിലൊക്കെ അവർ യുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, തന്ത്രമാണിത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെർക്കുലീസ് ദേഷ്യപ്പെടുകയും കീഴടങ്ങാൻ സമ്മതിക്കുകയും ചെയ്തില്ല. അമർവിലാസുമായി അവർ ഏർപ്പെട്ട സന്ധിയുടെ വ്യവസ്ഥ അയച്ചു കൊടുത്തിരുന്നു. അവസാനം മഹാരാജാവിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാമെന്നായിരുന്നു അവർ തമ്മിലുള്ള കരാറ്. പക്ഷേ ഹെർക്കുലീസ് ചക്രവർത്തിയുടെ സമ്മതം ലഭിച്ചില്ല. അയാൾ തന്നെ പുറപ്പെടാൻ തീരുമാനിച്ചു എന്നാണ്. മുസ്ലിങ്ങളെ ഇനി പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാർഗമില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ. ഏതായിരുന്നാലും മുക്കൗക്കിസ് പിന്നീട് ഈ കോട്ടയുടെ പുറത്ത് വെച്ചുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും അവിടെ നിന്ന് ഈജിപ്തിൻ്റെ ഭൂപ്രകൃതികൾക്കറിയാം. ഒന്ന്, ഈജിപ്തിനെ 2ആയി ഭാഗിക്കുന്ന വലിയ നദി, നൈൽ നദി അവിടെ ഉണ്ട്. അത് ഒരു കടൽ പോലെയാണ്. പിന്നീട് ഈജിപ്തിൻ്റെ ഇടയിൽ, ഈജിപ്തിൻ്റെ എല്ലാ ഭാഗത്തും കടലുണ്ട്. അതിന് പുറമെ അതിനെ 2ആയി പടർത്തുകൊണ്ട് പിന്നീട് സൂയസ് കടലുമുണ്ട്. അതിലാണ് പിന്നീട് സൂയസ് കനാൽ ഉണ്ടാക്കിയിട്ട് ഈജിപ്തിനെ 2ആയി മുറിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്തുള്ളത് ഖലീജുൽ അക്കബ കടലാണ്, നമ്മൾ യാത്ര പോയ സ്ഥലം. പിന്നീട് അതേപോലുള്ളൊരു പ്രദേശത്താണ്, കുറച്ചുകൂടി മാറിയിട്ടാണ് ഈ സീന ഉപഭൂഖണ്ഡം. അതിനപ്പുറത്താണ് സൂയസ് കടലുള്ളത്. അതിനപ്പുറത്താണ് നൈൽ നദിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സൈനിക നീക്കങ്ങൾ നടത്താനോ, പ്രത്യേകിച്ച് മഴക്കാലത്ത് അതേപോലെ വേലിയേറ്റമുള്ള സമയത്തൊന്നും സൈനിക നീക്കങ്ങൾ നടത്താൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പരാജയപ്പെട്ട് പിൻവാങ്ങും എന്ന പ്രതീക്ഷയിൽ അവർ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മുസ്ലിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുക്കൗക്കിസിന് കീഴടങ്ങേണ്ടി വന്നു. പിന്നീട് അവർ രക്ഷപ്പെട്ടത് അലക്സാണ്ട്രിയയിലേക്കാണ്. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ പോലെ, കുസ്തന്തീനിയെ പോലെ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധവും അതേപോലെ സുരക്ഷിതവുമായ പട്ടണമായിരുന്നു. ആ കാലഘട്ടത്തിലെ 1-ാം സ്ഥാനം തന്നെ ഒരുപക്ഷെ അലക്സാണ്ട്രിയക്കായിരിക്കാം. ആ രൂപത്തിൽ വൈജ്ഞാനികമായും നാഗരികമായും ഒക്കെ ഏറെ പുരോഗതിയിൽ നിൽക്കുന്ന ഈ പ്രദേശത്തേക്കാണ് അവരെല്ലാവരും രക്ഷപ്പെട്ടത്. അതോടുകൂടി മുസ്ലിങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അലക്സാണ്ട്രിയ കീഴടക്കാൻ പുറപ്പെടുകയും നേരത്തെ പറഞ്ഞ സഹായിമാരുടെ നേതൃത്വത്തിൽ അലക്സാണ്ട്രിയ ഉപരോധിക്കുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഇറ്റലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് രക്ഷപ്പെടാൻ, റോം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ രക്ഷപ്പെടാൻ കടലുണ്ട്. അവരുടെ അടുത്ത് എമ്പാടും കപ്പലുകളും അതേപോലെ വഞ്ചികളും ഒക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും കരയിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള കപ്പലുകളിൽ തമ്പടിച്ചിട്ടായിരുന്നു അവർ കരയിലുള്ള മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാറുണ്ടായിരുന്നത്. ആ നിലയ്ക്ക് തന്നെ അവർക്ക് പുറത്തുനിന്നുള്ള സഹായം എമ്പാടും ലഭിക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നു. ഏകദേശം 7 മാസത്തോളം മുസ്ലിങ്ങൾ അലക്സാണ്ട്രിയ ഉപരോധിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും അവരുടെ വിവരം കാത്തിരിക്കുകയാണ്, മുസ്ലിങ്ങൾ അലക്സാണ്ട്രിയ കീഴടക്കുന്ന വാർത്തയ്ക്ക് വേണ്ടി. അങ്ങനെ ഉപരോധം ദീർഘിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിനെ ഗുണദോഷിച്ചുകൊണ്ട് കത്തെഴുതി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഈജിപ്ത് പരിപൂർണമായി കീഴടക്കാത്തത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റ് കാരണമായി അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്, ആയിരിക്കുമോ അതിൻ്റെ കാരണമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചപ്പോൾ അംർ ഇബ്നുൽ ആസ് അത് മുസ്ലിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു. അവരെല്ലാവരും ആവേശത്തിൽ ഈജിപ്ത് കീഴടക്കണം, അതിൻ്റെ അവസാനമായ അലക്സാണ്ട്രിയ കീഴടക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. ഒരു വെള്ളിയാഴ്ച ദിവസം സവാലിന് ശേഷം ജുമായുടെ സമയത്ത് തക്ബീർ ധ്വനികളോടുകൂടി അവർ അലക്സാണ്ട്രിയയിലേക്ക് പ്രവേശിച്ചു. അത് പരിപൂർണമായി മുസ്ലിങ്ങൾ കീഴടക്കി. അവിടെയുള്ള ആളുകളോടൊക്കെ സിറിയയിൽ ചെയ്തതുപോലെയുള്ള സന്ധികളായിരുന്നു അവർ നടത്തിയിരുന്നത്. അതായത് അവരുടെ ഭൂമിപ്രദേശം അവർക്ക് കൃഷിയിറക്കാം, അവർക്ക് താമസിക്കാം, അതിൻ്റെ വരുമാനം മുസ്ലിങ്ങൾക്ക് നൽകുക എന്ന രൂപത്തിലുള്ള കരാറുകളായിരുന്നു ആ പ്രദേശത്തിലുള്ള ആളുകളോടൊക്കെ സ്വീകരിച്ചിരുന്നത്. അവരിൽ നിന്നും കാര്യമായി മുസ്ലിങ്ങളോട് ചേർത്ത് നിന്ന ആളുകളെ മാത്രമാണ് വധിച്ചിരുന്നത്. കൂട്ടക്കൊലകളോ അതേപോലെ പാലായനങ്ങളോ അവിടെയൊന്നും സംഭവിച്ചിരുന്നില്ല. രാജാക്കന്മാർ അവിടെ നിന്ന് കപ്പലിൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം. ഇതോടുകൂടി ഈജിപ്ത് മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് പൂർണ്ണമായി വന്നു. പിന്നീട് അവർ ഇടത്ത് ഭാഗത്തേക്ക് ആഫ്രിക്കയിലേക്കാണ് നീങ്ങിയത്. ഈജിപ്ത് ആഫ്രിക്കയുടെ ഭാഗമാണ്.
ആഫ്രിക്കയിൽ ആദ്യമായി അവരെത്തിയത് ലിബിയയിലാണ്, തറാബൽസ്, അതായത് ട്രിപ്പോളി. അതും കടന്ന് അതിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളായ സിർത്ത്, ആ പട്ടണം ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിനോട് അവസാനിപ്പിക്കാൻ കൽപ്പിച്ചു. ഇനി നിങ്ങൾ മുന്നേറേണ്ടതില്ല എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ടുള്ള പടനീക്കം അവസാനിപ്പിച്ചു. ഈ നയം തന്നെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പേർഷ്യക്കാരോട് പോരാടിയപ്പോഴും. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇറാഖിൻ്റെ പ്രദേശങ്ങൾ മാത്രം കീഴടക്കി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നു. പേർഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമിക്കുവാനോ അവിടേക്ക് പടനീക്കം നടത്തുവാനോ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, നമ്മൾക്കും അവർക്കുമിടയിൽ തീയിൻ്റെ ഒരു കടലുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നുവെന്ന്. അതായത് മുസ്ലിങ്ങൾ കീഴടക്കിയ പ്രദേശം നല്ല രൂപത്തിൽ അവിടെയുള്ള ആളുകളെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുക, ആ പ്രദേശങ്ങളിലെ നവീകരണം, അവിടെയുള്ള ഭരണമൊക്കെ നന്നാക്കുക, അതായിരുന്നു. അങ്ങനെ സംസ്കരിച്ച ആളുകൾക്ക് പിന്നീട് മറ്റുള്ള ആളുകൾ അത് കണ്ടോ അറിഞ്ഞോ അതല്ലെങ്കിൽ മറ്റു രൂപത്തിലോ വിശ്വാസികളായി മാറട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. പക്ഷേ ഈ ഇറാഖിലേക്ക് മുസ്ലിം സൈന്യത്തോടുകൂടി പിന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയും പടയാളികളും മുസ്ലിങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി തകർക്കാതെ വിശ്രമമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയതായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ആക്രമണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് വിരമിക്കാൻ കൽപ്പിക്കുകയും സൈനിക പടയോട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആഫ്രിക്കയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് മുസ്ലിങ്ങളുടെ വലിയ സൈനിക നീക്കവും മുന്നേറ്റവും ഒക്കെ ഉണ്ടായത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് മുസ്ലിങ്ങൾക്ക് ഈജിപ്ത് കൈവന്നതിൻ്റെ ചുരുങ്ങിയ വിശദീകരണം. അത് മുസ്ലിങ്ങൾക്ക് ലഭിച്ചതോടുകൂടി സാമ്പത്തികമായി പേർഷ്യയുടെ ഖജനാവുകൾ, അതേപോലെ ഷാമിലെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഖജനാവുകൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചതുപോലെ സ്ഥിരമായ ഒരു വരുമാന മാർഗമായി ഈജിപ്ത് മാറി എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ പറ്റുന്നത്. അലക്സാണ്ട്രിയ കീഴടക്കിയ സമയത്ത് അതിനെ സംബന്ധിച്ച് ഒരു ആരോപണം, അതായത് സഹാബിമാരെ സംബന്ധിച്ച് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പിൽക്കാലത്ത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിന് ശേഷം വ്യാപിച്ചതാണ് അവിടെ ഉണ്ടായിരുന്ന വലിയ ലൈബ്രറി മുസ്ലിങ്ങൾ അഗ്നിക്കരയാക്കി തുടങ്ങിയ അപവാദങ്ങൾ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരിത്രത്തിലും ആ 6-7 നൂറ്റാണ്ട് വരെയുള്ള ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഒരു പരാമർശമില്ല. പിന്നീട് ഉദ്ധരണിയിൽ ചരിത്രത്തിൻ്റെ പിൻബലമില്ലാത്ത സനദില്ലാത്ത റിപ്പോർട്ടർമാരില്ലാത്ത ഒരു വാറോലയിലൂടെയാണ് അങ്ങനെ മുസ്ലിങ്ങളവിടെ അതിക്രമം നടത്തിയതായിട്ടൊക്കെയുള്ള ആരോപണങ്ങളുള്ളത്. അതേപോലെ ഈജിപ്ത് കീഴടക്കിയ സമയത്ത് അവിടെ നടന്നൊരു അത്ഭുത സംഗതി, അത് സനത് പരിശോധിച്ചാൽ ദുർബലമാണ്. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അൽബിദായ വന്യായ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്, ഇബ്നു കസീറിനെ പോലെയുള്ള ആളുകളും മറ്റ് തബരിയൊക്കെ ഉദ്ധരിച്ചത് കാണാൻ പറ്റും. ഈജിപ്തുകാർ എല്ലാ വർഷവും ഒരു ചെറിയ ബാലികയെ പിടിച്ച് അണിയിച്ചൊരുക്കിയിട്ട് നൈൽ നദിയിലേക്ക് എറിയാറുണ്ടായിരുന്നു അത്രേ. ഈ നൈൽ ഇങ്ങനെ ഒഴുകുന്നത് ഈ കുട്ടിയെ ബലിയായി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ആളുകളുടെ വിശ്വാസം കണ്ടിട്ടില്ലേ? ആ രൂപത്തിൽ ഒരു ബലി സമർപ്പിച്ചാൽ മാത്രമേ ഈജിപ്ത് മുന്നോട്ട് ഒഴുകുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈജിപ്ത് ഉള്ളത്. അവരുടെ കോപ്റ്റിക് വംശജരുടെ കാലഗണന പ്രകാരമുള്ള 10-ാം മാസത്തിലെ 12-ാമത്തെ ദിവസം ആണ് ഈ നേർച്ച കൊടുക്കേണ്ടത്. അതിനുവേണ്ടി അവർ അമർ ബിൻ യാസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരത്തെയും ഇസ്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൈല് വറ്റുന്നെങ്കിൽ വറ്റട്ടെ, അങ്ങനെയുള്ള ദുരാചാരം മുസ്ലിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിവരം വെച്ചുകൊണ്ട് എഴുത്തെഴുതുകയും ചെയ്തു. 2 മാസത്തിനുള്ളിൽ നൈല് വറ്റിപ്പോയി എന്നാണ് ഈ കഥയിലുള്ളത്. ഒഴുക്ക് നിന്നുപോയി എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിൽ എഴുതിയത്രേ, നീ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ തുടർന്ന് ഒഴുകിക്കൊള്ളുക, അതല്ല നിന്റെ തീരുമാനമനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടലാസിൽ എഴുതി അത് നൈലിൽ കൊണ്ടുപോയി എറിയാൻ പറഞ്ഞു അത്രേ. അത് എറിഞ്ഞതോടുകൂടി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നൈല് വീണ്ടും നേരം വെളുത്തപ്പോഴേക്ക് 12 മുഴം വീതിയിൽ വീണ്ടും ഒഴുകാൻ തുടങ്ങി. പിന്നെ അത് നിന്നിട്ടില്ല എന്നൊക്കെയാണ് ഈ ചരിത്രം പറയുന്നത്. അള്ളാഹു ആലം അങ്ങനെ ചരിത്രമുണ്ടോ എന്നുള്ളത് അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെയുള്ള ആളുകൾ വിഗ്രഹാരാധനയിൽ വളരെയധികം മൂടറച്ചു പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോൾ പല പ്രദേശങ്ങളും മുസ്ലിങ്ങൾ തന്നെ അതിലും വലുത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള സാധ്യത കൂടുതലാണ്. ഈജിപ്തുമായി കീഴടക്കലുമായി ബന്ധപ്പെട്ട ചെറിയ വിശദീകരണമാണ് നമ്മൾ കേൾക്കേണ്ടത്. അതിനുശേഷമാണ് മുസ്ലിങ്ങൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ ഹിജ്റയുടെ 18-ാം വർഷത്തിൽ
വലിയൊരു പരീക്ഷണം മദീനയിൽ സംഭവിക്കുന്നത്. ആ പരീക്ഷണ വർഷത്തിൻ്റെ പേര് ആമുർ റമാദ എന്നാണ്. റമാദ് എന്ന് പറഞ്ഞാൽ വെണ്ണീര് എന്നാണ്, ചാരക്കളർ, വെണ്ണീരിൻ്റെ കളർ, ആഷ് കളർ എന്നാണ്. ആ പേര് വരാൻ കാരണം തുടർച്ചയായി വർഷങ്ങളോളം ഒരു തുള്ളി മഴ പോലും ഹിജാസിലേക്ക് വർഷിച്ചില്ല. മദീന സമീപ പ്രദേശങ്ങളെല്ലാം വരണ്ടു. പിന്നെ ഭൂമിയിലെ കാർഷിക വിളകളെല്ലാം നശിച്ചു പോകാൻ തുടങ്ങി, കാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. ഭക്ഷണം കിട്ടാതെ ആളുകൾ മദീനയിലേക്ക് ഖലീഫയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തമ്പടിച്ചു. അവർ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ബൈത്തുൽ മാലിലെ മുഴുവൻ പല പ്രദേശങ്ങളിൽ നിന്നും, ഹിജ്റ 18-ാം വർഷം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഒരുപാട് പ്രദേശങ്ങളെ കീഴടക്കി അതിൻ്റെ എല്ലാം ഗനീമത്തുകൾ എത്തിച്ചേർന്ന് അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയമാണ്. ഈജിപ്ത് അടക്കം കീഴടക്കിയതിന് ശേഷമാണ്. ഷാം കീഴടക്കിയിട്ടുണ്ട്, റോമും പേർഷ്യയൊക്കെ കീഴടക്കിയതാണ്. പക്ഷേ അതെല്ലാം ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് തീർന്നുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പ്രയാസത്തിലായി. അദ്ദേഹം സത്യം ചെയ്തു എന്നാണ്, ഭക്ഷണം നല്ല രൂപത്തിൽ ഭക്ഷിക്കുകയില്ല, എണ്ണ ഉപയോഗിക്കുകയില്ല, കറി ഉപയോഗിക്കുകയില്ല എന്നൊക്കെ. ഉണങ്ങിയ റൊട്ടിയായിരുന്നു അദ്ദേഹം സുർക്കയിൽ മുക്കിക്കൊണ്ട് ഭക്ഷിച്ചിരുന്നത് ആ 8 മാസത്തോളം എന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ പ്രഭാഷണം നടത്തിയപ്പോൾ വയറിൽ നിന്നൊരു ശബ്ദം, നല്ല ഭക്ഷണങ്ങളൊന്നും മാസങ്ങളോളം കഴിക്കാത്തതുകൊണ്ട് വയറിൽ നിന്നെന്തോ ഒരു പ്രയാസം ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, കർക്കിരി ഔലാ തുകർക്കിരി, ഗിർഗിർ പറഞ്ഞാലും ഗിർഗിർ പറഞ്ഞിട്ടില്ലെങ്കിലും ഭക്ഷണം കിട്ടുന്ന പ്രശ്നമില്ല. മുസ്ലിങ്ങളിലെ ഒരു ചെറിയ കുട്ടി പോലും ഭക്ഷണം വയറ് നിറയാതെ ഈ കുടല് നിറയുന്ന, ആമാശയം നിറയുന്ന പ്രശ്നമില്ല എന്ന് വയറിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു അത്രേ. ആ രൂപത്തിൽ ഖലീഫ പട്ടിണിയായി. ആ സമയത്താണ് അദ്ദേഹം സുമുഖനും സുന്ദരനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഷണ്ടിക്കാരനായ കറുത്ത ആളെയായി മാറിയത് എന്നാണ് ചരിത്രം പറയുന്നത്. മദീനയിലെ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്, അവരെ മദീനയിലെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ തന്നെ ടെൻറ്റുകൾ കെട്ടി അവിടെയായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഇതൊക്കെ വളരെ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരു ദിവസം തന്നെ സഹാബിമാർ പറയുന്നത് 45,000 വരുന്ന ആളുകൾക്ക് രാത്രി ഭക്ഷണം അവർ വിതരണം ചെയ്തതായി പറയപ്പെടുന്നു. അപ്പോൾ ഏറെക്കുറെ ഹിജാസിലെ മിക്ക ആളുകളും മദീനയിലേക്ക് എത്തി എന്ന അവസ്ഥ നമുക്കറിയാൻ പറ്റും. അങ്ങനെ വരൾച്ച ബാധിച്ചപ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പതിവ് സമ്പ്രദായം അനുസരിച്ച് രാത്രിയിലെ റോന്തു ചുറ്റലിന് വേണ്ടി ഇറങ്ങി. മദീനയിൽ ഒരു മനുഷ്യൻ്റെയും സംസാരം ഈ ടെൻറ്റുകളിലൊന്നും കേൾക്കാനില്ല, ആളുകൾ പട്ടിണിയിലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ആളുകൾക്കൊക്കെ പറ്റിയത്? ഒരു തമാശയോ കളിയോ വിനോദമോ ഒന്നും കേൾക്കാനില്ല. അപ്പോൾ അമീറുൽ മുഅ്മിനീനോട് പറയപ്പെട്ടു, ആളുകൾ മുഴുവൻ പട്ടിണിയിലാണ്, സംസാരിക്കാനും പിന്നെ ഉല്ലസിക്കാനും ഒക്കെ ആളുകൾക്ക് വയറ് നിറഞ്ഞാലല്ലേ ആ കാര്യമൊക്കെ ആളുകൾക്കുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ഇസ്ലാമിക നാടുകളിലേക്ക് കത്തെഴുതി. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയുണ്ടായി. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. അവിടെ വാലിയായി, ഗവർണറായി അദ്ദേഹത്തിന് നിയമിച്ചതാണ്. അദ്ദേഹം മറുപടി കത്തായി അയച്ചത്, ഞാൻ ഈജിപ്തിൽ നിന്ന് മദീന വരെ നീളുന്ന ഒട്ടകങ്ങളെയും അതിൻ്റെ പുറത്തുള്ള ഭക്ഷണ സാധനങ്ങളുമാണ് നിങ്ങൾക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മദീനയിലേക്ക് അത് എത്തിച്ചേരാനുള്ള മാസങ്ങളുടെ വൈദൂരം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വൈകിയാണോ എത്തുക എന്ന് ഞാൻ പ്രയാസപ്പെടുന്നു. അതല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കപ്പൽ മാർഗം അയച്ചു തരാമെന്ന് പറയുകയും ജിദ്ദയിലേക്കാണ് ഈജിപ്തിൽ നിന്ന് കപ്പൽ മാർഗം ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അയച്ച 4000 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന അത്ര ചരക്കുകൾ, ഭക്ഷണ സാധനങ്ങളും പുതപ്പുകളും മറ്റു വസ്ത്രങ്ങളുമെല്ലാം അയച്ചു കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. അതിനുവേണ്ടി കെയ്റോയിൽ നിന്ന് ഈ സൂയസ് കടലിലേക്ക് പ്രത്യേകമായ ഒരു കപ്പൽ ചാൽ, സൂയസ് കനാലിലേറെ വലിപ്പമുള്ള കപ്പൽ ചാൽ കീറുകയും, അന്ന് ആ രൂപത്തിലുള്ള വലിയ കപ്പലുകൾ ഉണ്ടായിരിക്കുകയില്ല, വഞ്ചികളോ പായക്കപ്പലുകളോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ അവിടെ കപ്പൽ ചാലുണ്ടാക്കി അതിലൂടെയായിരുന്നു അത് എത്തിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് അമവികളുടെ കാലഘട്ടം വന്നപ്പോഴേക്ക് ചെളിയടഞ്ഞ് ആ കപ്പൽ ചാൽ നശിച്ചു പോയതാണ് ചരിത്രം പറയുന്നത്. ആ രൂപത്തിൽ ഈജിപ്തിൽ നിന്ന് സഹായം വന്നു. അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഷാമിൽ നിന്ന് ഇതേപോലെ 3000-ഓ 4000-ഓ ഒട്ടകങ്ങളെയും അതിന് വഹിക്കാവുന്ന സാധനങ്ങളും വന്നു. അങ്ങനെ ഓരോ ഒട്ടകത്തെയും അതിൻ്റെ പുറത്തുള്ള ആളുകളെയുമാണ് ഓരോ കുടുംബത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ഒട്ടകങ്ങളെ അറുക്കാം, അതിൻ്റെ മാംസം ഭക്ഷിക്കാം, അതിൻ്റെ പുറത്തുള്ള ഭക്ഷണങ്ങളും അതേപോലെ മറ്റു വിഭവങ്ങളെല്ലാം അവർക്ക് ഉപയോഗിക്കാം എന്ന രൂപത്തിൽ വിതരണം ചെയ്തു. ഇറാഖിൽ നിന്ന് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അതേപോലെ
ആയിരക്കണക്കിന് ഉടുപ്പുകളും വസ്ത്രങ്ങളും അതേപോലെ ഭക്ഷണ സാധനങ്ങളും അയച്ചു കൊടുത്തു. പക്ഷെ അതെല്ലാം ദിവസങ്ങൾ കൊണ്ട് തീർന്നു പോകുന്ന അവസ്ഥയിലാണ്. അവിടെ കൃഷിയില്ല, അതേപോലെ കാലികളില്ല. വളരെ ശക്തമായ ദാരിദ്ര്യമായിരുന്നു അവരെ ബാധിച്ചിരുന്നത്, വരൾച്ചയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇമാം തൊബരിയൊക്കെ അത് വിശദമായി തന്നെ ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, സഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, വരൂ നമ്മൾക്ക് ഇസ്തിസ്കാ നടത്താം. സഹീഹായ റിപ്പോർട്ടിൽ തന്നെ കാണാൻ പറ്റുന്നത്, ഓരോ ദിവസവും അമീറുൽ മുഅ്മിനീൻ ആളുകളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഇസ്തിസ്കാ നടത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മനുഷ്യർ ചെയ്യുന്ന തെറ്റ് കാരണമായാണ് പരീക്ഷണങ്ങൾ വരുന്നത്, അതിൽ നിന്ന് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതേപോലെ ഒരു ദിവസം അദ്ദേഹം ഒരു നിർണീതമായ ദിവസം തിരഞ്ഞെടുത്ത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും കത്തെഴുതി, ഇന്ന ദിവസം വെള്ളിയാഴ്ച ഈ മദീനയിലുള്ള ആളുകൾക്ക് വേണ്ടി, ഹിജാസിലുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിസ്കാ നടത്തുന്നുണ്ട്, ആ ദിവസം നിങ്ങളെല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതി അറിയിക്കുകയും ആ ദിവസം അവരെല്ലാവരും പുറത്തേക്കിറങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്തു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഞങ്ങൾ റസൂലിനെ മുൻനിർത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, റസൂലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ റസൂലിന്റെ കുടുംബക്കാരനായ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുന്നിൽ നിർത്തിക്കൊണ്ടിതാ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അവർ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ തുടർച്ചയായി മഴ വർഷിക്കാൻ ആരംഭിക്കുകയും ആ പ്രയാസം അവസാനിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതം ആ പ്രദേശങ്ങളിൽ മദീനയിൽ കൈവരികയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥിരപ്പെടാത്ത റിപ്പോർട്ടുകൾ ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇമാം ഈ ചരിത്രം നൽകിയതിന് ശേഷം അൽ ബിദായ വൻ നിഹായയിൽ തന്നെ ഇമാം ഇബ്നു കസീർ വിശദമായി ആ വരൾച്ചയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ കൊടുത്തത് ഈ സന്ദർഭത്തിൽ പരാമർശിക്കുകയാണ്. അതിലൊന്ന്, മദീനയിലുള്ള ഈ വരൾച്ച പോകാനുള്ള കാരണം പറഞ്ഞു. ഒന്ന്, അവരെ സഹായിക്കാൻ വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക് കത്തെഴുതി അവരുടെ സഹായം ലഭിച്ചു. പിന്നീട് ഇസ്തിസ്കായിലൂടെ അവർക്ക് മഴ വർഷിക്കുകയുണ്ടായി എന്നുള്ളതാണ് സഹീഹ് ബുഖാരി തന്നെ ഉള്ളത് ആ ഇസ്തിസ്കാനെ സംബന്ധിച്ച്. പക്ഷേ ഈ സൈഫ് ബിൻ ഉമർ എന്ന് പറയുന്ന വാഖിദിയുടെ ഷെയ്ഖ് ആയ അദ്ദേഹം ദുർബലനാണ്, ചരിത്രമൊക്കെ പണ്ഡിതന്മാർ സ്വീകരിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് സ്ഥിരപ്പെട്ട ചരിത്രമല്ല. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി എന്ന് പറയുന്ന സഹാബി ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എനിക്ക് ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും നിങ്ങൾ നല്ല രൂപത്തിൽ ഭരണം നടത്തണം, ബുദ്ധി പ്രയോഗിക്കണം എന്ന് നിങ്ങളോട് കൽപ്പിക്കാൻ, നിങ്ങളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വന്ന് പറയുകയും, അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആളുകളെ വിളിച്ചുകൂട്ടി പറയുകയുണ്ടായി, ബിലാൽ ഇബ്നു ഹാരിസ പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ? എൻ്റെ ഭരണം ശരിയല്ല, ഞാൻ ബുദ്ധി പ്രയോഗിക്കുന്നില്ല എന്ന് പറയുന്നു, എൻ്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ചയുള്ളതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് സഹായിമാരോട് ചോദിക്കുകയും അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, അതേപോലെ നിങ്ങൾ ഇസ്തിസ്കാ നടത്തിയിട്ടില്ല എന്ന് പറയുകയും ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ എല്ലാ പ്രദേശങ്ങളിലേക്കും ലെറ്റർ എഴുതുകയും ഇസ്തിസ്കാ നടത്തുകയും ചെയ്തു എന്നാണ്. സ്ഥിരപ്പെട്ട ചരിത്രമല്ല. സ്ഥിരപ്പെട്ട ചരിത്രം അദ്ദേഹം തന്നെ കത്തെഴുതി, മദീനയിലുള്ള ആളുകളുടെ സന്തോഷമില്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം കത്തെഴുതി എന്നുള്ളതാണ്. എന്നിട്ട് ഈ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയുന്നത് വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഏത് റിപ്പോർട്ട്? ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതിയത് ഈ സ്വപ്നം കാണുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ അവർ കത്തെഴുതിയ കാര്യം, സഹായം ലഭിച്ചതൊക്കെ വിവരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത് ഇത് നല്ല സനദിൽ ഉദ്ധരിക്കപ്പെട്ട ചരിത്രമാണ് എന്നാണ്. അതിനുശേഷമാണ് ബിലാൽ ഇബ്നു ഹാരിസയുടെ സ്വപ്നം പറയുന്നത്. ഇത് അദ്ദേഹം രാത്രിക്ക് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടതാണ്. നീ രാവിലെ പോയിട്ട് ഉമറിനോട് പോയിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്തെഴുതി എന്നുള്ളതാണ് ദുർബലമായ റിപ്പോർട്ടാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരുപാട് സനദുകൾ കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സനദ് ബിലാൽ ഇബ്നു ഹാരിസ എന്ന് പേരില്ല, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഹലകൂ, അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി, ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി ചോദിക്കുക, അവർ നാശത്തിന്റെ വക്കിലാണ്. അങ്ങനെ ആ അറാബി തിരിച്ചുപോയി. അദ്ദേഹത്തിന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഉമറിന്റെ അടുത്ത് പോയിട്ട് പറയുക ഇന്ന രൂപത്തിലൊക്കെ, ഉമറിനോട് നല്ല രൂപത്തിൽ ഭരണം നടത്താൻ പറയുക,
നിങ്ങൾക്ക് മഴ വർഷിക്കും. അങ്ങനെ പിറ്റേ ദിവസം മഴ പെയ്തു എന്നാണ്. അബ്ബാസ് റളിയല്ലാഹുവിനെ മുന്നിൽ നിർത്തി അവർ ഇസ്തിസ്ഖാ നടത്തിയതിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു മുൻകൂട്ടി തന്നെ ഓരോ പ്രദേശങ്ങളിലേക്ക് എഴുതിയതിനെ സംബന്ധിച്ചോ ആ റിപ്പോർട്ടിൽ പരാമർശമില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയുന്നത് ഈ ഹദീസിന്റെ സനദ് തിരക്കേടില്ല, സഹീഹാണ് എന്നാണ്. പണ്ഡിതന്മാരങ്ങനെ പറയുക. അതിൻ്റെ മത്തിൻ ഒരു ഹദീസിന്റെ 2 പാർട്ടുണ്ട്. ഒന്നാ പറഞ്ഞ കോണ്ടന്റ്, ആ വിഷയം, രണ്ടാമത്തേത് അത് ഉദ്ധരിച്ച റാവിമാര്. അത് തിരക്കേടില്ലെങ്കിൽ അവരങ്ങനെ പറയും, ഇത് തിരക്കേടില്ല. പക്ഷെ അതോടൊപ്പം എന്തുണ്ട്, ഇതിൽ പറഞ്ഞ ആശയം പരിശോധിക്കേണ്ടതാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം, ആ റിപ്പോർട്ട് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി ഫതഹുൽ ബാരിയിലും കൊടുത്തതായി കാണാൻ പറ്റും. തരക്കേടില്ലാത്ത റിപ്പോർട്ടിൽ ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു അയറാബി ഖബറിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ഖബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ അയറാബി ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനിയാണ് എന്ന് സൈഫ് പറഞ്ഞിട്ടുണ്ട് എന്നവിടെ ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞതായി കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മുതലുമായ കൂടിക്കൊഴിഞ്ഞ ചില സഹീഹ് അല്ലാത്ത റിപ്പോർട്ടുകളിൽ അതിനെ സംബന്ധിച്ചൊരു കെട്ടുകഥയുണ്ട്. പിന്നെ ഇബ്നു ഹജർ അൽ അസ്കലാനിയെ പോലുള്ള ആളുകൾ അവിടെ അത് പറഞ്ഞിട്ടുള്ളത്, ഇമാം ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് ആളുകൾക്ക് ഇമാമിനോട് പോയി ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റുമോ എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് സഹീഹ് ബുഖാരിയിൽ. ബാബു സുആലിൻ നാസി അൽ ഇമാമ അൽ ഇസ്തിസ്കാ. മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇസ്തിസ്കാ നടത്തണം. ആ കാര്യം ഇമാമിനെ അറിയിക്കാൻ പറ്റുമോ? ഇമാമിനോട് ഇപ്പോൾ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും എന്നതിന് തെളിവായിട്ടാണ് എന്ത് പറഞ്ഞത്, ഈ ഹദീസ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. ഏത് ഹദീസ്? ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി മഴയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം. അതിനെ വിശദീകരിച്ചപ്പോൾ ആ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞതാണ്, ഇങ്ങനെ വീണ്ടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി ആണെന്ന് പറയപ്പെടുന്നു. ഒരു അയറാബി വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്ക പോയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇതൊക്കെ പാടെ ഏച്ചു കൂട്ടിയാൽ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊരു പക്ഷേ ഇപ്പൊ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണല്ലോ. അപ്പൊ അത് ഒരു ഭരണീയനായ എന്ന നിലയിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരനെ പോയി അമീറിനോട് അഭ്യർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഖബറിന്റെ അടുക്ക പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ ഒരു കാര്യം അവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്ന, കഴിഞ്ഞ ദർസിൽ നമ്മൾ പരാമർശിച്ച താഴൂൻ അംവാസ് പോലെ ഉണ്ടായിരുന്ന ഒരു പരീക്ഷണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിനുശേഷം ഇസ്ലാമിക പ്രദേശങ്ങളിലെ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങൾ ശരിയായ രൂപത്തിൽ പ്ലാൻ ചെയ്യുകയും അവിടെയുള്ള ഭരണം വ്യവസ്ഥാപിതമാക്കുകയും ചെയ്തത് നമ്മൾക്ക് കാണാൻ പറ്റും. അതിലൊന്ന് അദ്ദേഹം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, പേർഷ്യ കീഴടക്കിയപ്പോൾ ഇറാഖിൽ പുതിയ 2 പട്ടണങ്ങൾ പണിയാൻ കൽപ്പിച്ചതാണ്. ഏതൊക്കെയായിരുന്നു അത്? ബസറയും കൂഫയും. ആ 2 നഗരങ്ങളും ആ സമയത്ത് പറഞ്ഞിരുന്നു എത്ര വ്യവസ്ഥാപിതമായിട്ടായിരുന്നു. അവിടെ വീടിന്റെ ഉയരം വരെ നിജപ്പെടുത്തിക്കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിരുന്നത്. അത് മുകളിലേക്ക് നിലയെടുക്കാൻ പാടില്ല. ഒരാൾ 2-ലധികം വീടുകൾ പിന്നെ കൈവശപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും മദീനയും ഈ പ്രദേശങ്ങളും തമ്മിൽ കടലോ വലിയ നദികളോ അതിനിടയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ടൈഗ്രീസ് നദിയുടെ അപ്പുറത്ത് ഈ ബസറയും കൂഫയും പണി കഴിപ്പിച്ചത്. ഈ രൂപത്തിൽ തന്നെയായിരുന്നു ഈജിപ്ത് കീഴടക്കിയപ്പോൾ അലക്സാണ്ട്രിയയിലോ അതല്ലെങ്കിൽ ഈ ബാബിലിയോൻ കോട്ടയുടെ പ്രദേശത്തോ താമസിക്കാനായിരുന്നു മുസ്ലിങ്ങളുടെ പ്ലാൻ. അവിടെ അവർ പണി കഴിപ്പിച്ച നഗരത്തിന്റെ പേരാണ് ഫുസ്താത്ത്. യുദ്ധത്തിന് വേണ്ടി വർഷങ്ങളോളം അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ടെന്റ് അടിച്ച, ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ ടെന്റ് എന്നാണ് അർത്ഥം. ആ നഗരമാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആധുനിക ഖെയ്റോയായി മാറിയത്. പിന്നീട് മമാലിക്കുകളുടെ കാലഘട്ടത്തിലാണ് ഹിജറ 9-ാം നൂറ്റാണ്ടിൽ അൽ മുഈസു ലി ദീനില്ലാ എന്ന ഭരണാധികാരി അതിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഉള്ള വലിയ തലസ്ഥാനമായി കൈറോയെ മാറ്റിയെടുത്തത്. അപ്പോൾ മുസ്ലിങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ വെറും കീഴടക്കലും പടയോട്ടവും അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും ജിസിയ വാങ്ങലും മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. ആ നാടിന്റെ വികസനവും പുരോഗതിയും ഏറെ ഖലീഫമാർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഇന്നും നിലനിൽക്കുന്ന തെളിവുകളാണ്. ആ പ്രദേശങ്ങളൊക്കെ ആധുനികമായ പട്ടണത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവർ പണികഴിപ്പിച്ചത് എന്ന് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ അവിടേക്കൊക്കെ പ്രത്യേകം അമീർമാരെ നിശ്ചയിച്ചു. ആ അമീർമാരുടെ ജോലി വർദ്ധിച്ചപ്പോൾ അവിടെ പ്രത്യേകം അവർക്ക് ജോലി നിശ്ചയിച്ചു. അവർ അമീറായി മാറ്റുകയും പിന്നീട് ഖലാ, അതായത് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ജഡ്ജിമാരെ പ്രത്യേകം നിയമിച്ചു. പട്ടാളത്തിന് ചുമതലക്കാരനായി പ്രത്യേകം ആളുകളെ നിയമിച്ചു. അതേപോലെ രജിസ്റ്റർ
ആളുകൾക്ക് ഓരോ കാര്യത്തിലും ഇസ്ലാമിക ഭരണം വ്യവസ്ഥാപിതമാകാൻ തുടങ്ങിയപ്പോൾ രജിസ്റ്റർ വേണം. പട്ടാളക്കാർക്ക് പ്രത്യേകം ദീവാൻ രജിസ്റ്റർ, അതേപോലെ ആളുകളുടെ അടുത്ത് ജിസിയ വാങ്ങുന്നതിന് പ്രത്യേകം രജിസ്റ്റർ, അങ്ങനെയൊക്കെ പ്രത്യേകം തന്നെ വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഭരണം നിർവഹിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു ഓരോ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുകയും അമീർ, അദ്ദേഹത്തിന് താഴെ ഈ സാഹിബുൽ അഹ്ദാസി എന്നാണെന്ന് പോലീസുകാർക്ക് പറഞ്ഞിരുന്നത്, പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ ചുമതലയുള്ള ആൾ എന്നാണ്. ഷുർത്ത എന്ന് പിന്നീട് ആ പേരാക്കാലത്തിൽ അതിനുശേഷമാണ് ആ രൂപത്തിലേക്ക് അത് മാറിയത്. അങ്ങനെയൊക്കെ ആ ജയിച്ചടക്കിയ പ്രദേശങ്ങളിലെല്ലാം വളരെ വ്യവസ്ഥാപിതമായ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചത് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ അമീറുമാരായി തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടതുപോലെ മുസ്ലിങ്ങളിലെ ഏറ്റവും കൊള്ളാവുന്ന ആളുകളായിരുന്നു, നല്ല സൂക്ഷ്മതയുള്ള ശക്തിയുള്ള ആളുകളായിരുന്നു തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത്. ശുറഹ്ബീൽ ബിൻ ഹസനെ അദ്ദേഹം മാറ്റി വേറെ സഹാബിയെ നിശ്ചയിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എന്തിനാണ് ശുറഹ്ബീലിനെ നിങ്ങൾ മാറ്റിയത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഇപ്പോൾ അയച്ച ആളെക്കാളും ശുറഹ്ബീൽ ബിൻ ഹസന, പക്ഷെ അയാളെക്കാൾ ഈ കാര്യം നിർവഹിക്കാൻ പ്രാപ്തിയുള്ളത് ഞാനിപ്പോൾ അയക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുറഹ്ബീലിനെ അദ്ദേഹം ഉമർ റളിയല്ലാഹു മാറ്റുകയുണ്ടായത്. അതേപോലെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റുകയുണ്ടായി. അതെന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ആളുകളുടെ മനസ്സിൽ വന്ന് കടന്നുകൂടി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം നീക്കിയതാണ്. അതേപോലെ തന്നെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളെയും ഒരു പ്രദേശത്തെയും വാലിയായി ഗവർണറാക്കി അദ്ദേഹം നിശ്ചയിച്ചിരുന്നില്ല. അതിന് പണ്ഡിതന്മാർ പറയുന്ന ന്യായം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ അവരെ തിരിച്ചു വിളിക്കുന്നത് അവരുടെ സ്ഥാനത്തിന് കുറവ് വരുത്തലാണ്. അപ്പോൾ അവരോട് ആദ്യമേ അപമാനം വരാതിരിക്കാൻ വേണ്ടി അവരെ മദീനയിൽ തന്നെ താമസിപ്പിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ജോലികൾ അവരെ ഏൽപ്പിച്ച് അവരെ പിന്നീട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനായിരുന്നു അവരെ വാലികളായി ഗവർണർമാരായി നിയോഗിക്കാതിരുന്നത് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തെ സംബന്ധിച്ച് വിശദമായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആധുനിക സർവകലാശാലകളിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തെ സംബന്ധിച്ച് തീസിസുകളൊക്കെ സമർപ്പിക്കുകയും ഡോക്ടറേറ്റ് നേടുകയൊക്കെ ചെയ്ത വിദ്യാർത്ഥികളെ കാണാൻ പറ്റും, ഗവേഷണ വിദ്യാർത്ഥികളെ. അതിന് മാത്രം വലിയ ഭരണ നൈപുണ്യനും തന്ത്രജ്ഞാനിയും അതേപോലെ സൈനിക കമാൻഡറുമൊക്കെ ആയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം അറബ് ലോകത്ത് ആദ്യമായി സ്ഥാപിച്ച ഒരുപാട് കാര്യങ്ങൾ, ഔലവിയാത്ത് ഉമർ ആദ്യമായി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞാൽ നമുക്ക് അതിന് 1-2 പ്രഭാഷണങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അതിന് മാത്രം വിശാലമാണ്. അദ്ദേഹമാണ് ആദ്യമായി അറബ് ലോകത്ത് ബരീദ് ഏർപ്പെടുത്തിയത്. ബരീദ് എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ സമ്പ്രദായം. ദീവാൻ ഏർപ്പെടുത്തിയത് രജിസ്റ്റർ സമ്പ്രദായം. രജിസ്റ്റർ തന്നെ വളരെ തന്നെ അദ്ദേഹം ഏർപ്പെടുത്തി. ദീവാനുൽ ജയ്ഷ്, ദീവാനുൽ ജുന്ദ്, അതായത് പട്ടാളക്കാരുടെ രജിസ്റ്റർ, ആരൊക്കെയാണ് യുദ്ധത്തിന് പോകുന്നത്, അവരുടെ അവസ്ഥ എന്താണ് എന്ന് ക്രമീകരിക്കാൻ വേണ്ടി പ്രത്യേകം രജിസ്റ്റർ. അതേപോലെ ദീവാനുൽ ഖറാജ്, ഓരോ പ്രദേശത്തും ലഭിക്കുന്ന നികുതിയും വരുമാനവും രേഖപ്പെടുത്താനുള്ള രജിസ്റ്റർ, അതിനൊക്കെ പ്രത്യേകം ചുമതലയുള്ള ആളുകൾ. അതേപോലെ ദീവാനുൽ അതാ, ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് വരുന്ന സ്വത്ത് ആളുകൾക്ക് വിധിച്ചു നൽകാറായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരേപോലെയാണ്, വരുമാനം ലഭിച്ചാൽ തുല്യമായി ആളുകൾക്കിടയിൽ വിധിക്കും. ഉമർ റളിയല്ലാഹു പറഞ്ഞു അത് പറ്റില്ല, ഓരോ വ്യക്തിയുടെയും ഇസ്ലാമിൽ അയാൾക്കുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതാ അവർക്ക് റേഷൻ ഉണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് എഴുതാൻ വേണ്ടി പ്രമുഖരായ സഹായിമാരെ ഏർപ്പെടുത്തി. അവരെഴുതി കൊണ്ടുവന്നു. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുടുംബവും, മൂന്നാമത് ഖലീഫാരാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കുടുംബവും. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ദീവാൻ ഉണ്ടാക്കേണ്ടത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുറൈശികൾ. അങ്ങനെ അള്ളാഹു എന്നെ നിർത്തിയ സ്ഥലത്ത് എന്നെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്രയോ ബേക്കിലായി. കാരണം അദ്ദേഹം ബനി അദി ഗോത്രക്കാരനാണ്, ബനു ഹാഷിം കഴിയണം. അങ്ങനെ അടുത്തടുത്ത ഗോത്രങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുറൈശിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പേരുണ്ടാവുക. അങ്ങനെ സാധാരണക്കാരായ വ്യക്തികൾക്ക് 4000 ദിർഹമായിരുന്നു റേഷനായി വാർഷികമായി ലഭിച്ചിരുന്നത്, പണമായി ലഭിച്ചിരുന്നത്. മുഹാജിറുകളിൽപ്പെട്ട ആളുകൾക്ക് കൂടുതലുണ്ടായിരുന്നു. അതേപോലെ ബദരികളിൽപ്പെട്ട മുഹാജിറുകളാവട്ടെ അൻസാരികൾ ആവട്ടെ അവർക്ക് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ആ ക്രമത്തിലായിരുന്നു അവർക്കൊക്കെ, അതിൻ്റെ ഇരട്ടിയാണ്, 2000 വീതം കൂടുതൽ. ബദരികളിൽപ്പെട്ട മുഹാജിറിന് 12000 വരുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം അത് ക്രമീകരിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ പേര് വന്നപ്പോൾ അദ്ദേഹം 3000 എഴുതാൻ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞത് അബ്ദുള്ള ഹിജറ പോയത് ബാപ്പാന്റെ കൂടെയാണ്, അപ്പോൾ ഫുൾ മുഹാജിറായിട്ടില്ല, അര മുഹാജിറാണ് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ. സ്വന്തം കുടുംബത്തിന് നഷ്ടം വന്നാലും മുസ്ലിങ്ങളുടെ അടുക്കൽ അതിന്റെ പേരിൽ ഒരു പരാതി വരാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ നിഷ്കർഷ ബുദ്ധിയാണ് അതിന്റെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ദീവാനുൽ അതാ ഏർപ്പെടുത്തിയത്.
ജിസിയ സ്വീകരിക്കാനുള്ള ദിവാൻ ക്രോഡീകരിച്ചപ്പോൾ ജിസിയ ആർക്കാണ് ഏർപ്പെടുത്തിയിരുന്നത്? പ്രായപൂർത്തിയും ആരോഗ്യവുമുള്ള സമ്പാദിക്കാൻ പറ്റിയ അവിശ്വാസികളായ ആളുകൾക്ക്, അവർക്കാണ് ജിസിയ. അവർ തന്നെ വാർദ്ധക്യമെത്തിയാൽ ജിസിയ പിന്നെ ഇല്ല. പിന്നെ അവർക്ക് മുസ്ലിങ്ങളെ പോലെ ദീവാനുൽ അതായിൽ നിന്ന് റേഷനാണ്, സ്റ്റൈപ്പൻഡ്. ആരെ പോലെ? സാധാരണ വിശ്വാസി ലഭിക്കുന്ന. ഇതൊന്നും ചരിത്രത്തിൽ നമ്മൾ കേൾക്കൂല. ജിസിയ എന്ന് പറഞ്ഞാൽ എന്തോ കൊള്ള മുതൽ പിടിച്ചെടുത്തു എന്നാണ്. ആരെടുത്താണ് വാങ്ങുന്നത്? ജോലി ചെയ്യാൻ പറ്റുന്ന ശക്തിയുള്ള ആളുകളിൽ നിന്നാണ്. ചെറിയ കുട്ടികൾക്കില്ല, സ്ത്രീകൾക്കില്ല, വൃദ്ധന്മാർക്കില്ല. അവർക്ക് ഇസ്ലാമിക രാജ്യത്തിൻ്റെ റേഷൻ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ്, അതാണ് പെൻഷനായിരുന്നു ലഭിച്ചിരുന്നത്. അദ്ദേഹമാണ് അതിനെ ആദ്യമായി കൽപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് അങ്ങനെ വ്യത്യാസം വന്നിരുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ, അതിലൊന്ന് ഖദാ അദ്ദേഹം വ്യവസ്ഥാപിതമാക്കിയെന്നാണ്. ഗവർണർമാരിൽ നിന്ന് ഖദാ എടുത്തു മാറ്റുകയും അതിന് പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ അബൂ മൂസ അശ്ശരി റളിയല്ലാഹുവിനെ ഖാദിയായി നിയമിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ കത്തൊക്കെ ഇന്നും അത് സഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഖാദിമാരുടെ ഖദായിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായി ഇസ്ലാമിക വിദ്യാർത്ഥികൾ പഠിക്കാറുള്ളത് ഉമർ താരിഖിന്റെ ആ ഉപദേശമാണ്. നിങ്ങളുടെ മുന്നിൽ 2 ആളുകൾ പരാതിയുമായി വന്നാൽ 2 ആളിലേക്കും ഒരേപോലെ ആയിരിക്കണം നോക്കേണ്ടത് എന്നാണ്. ഒരാളുടെ അടുത്തേക്ക് 2 പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആളിലേക്കും എന്ത് ചെയ്യണം? വാദിയുടെ അടുക്കലും പ്രതിയുടെ അടുക്കലേക്കും ഒരേപോലെ നോക്കണം. ഒരേ അകലത്തിലായിരിക്കണം 2 ആളെയും നിർത്തേണ്ടത്. ഒരേ രൂപത്തിലായിരിക്കണം 2 ആളോട് സംസാരിക്കേണ്ടത്. ഒരാളുടെയും വാചാലത കേട്ടുകൊണ്ട് വിധി തെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ കത്തുണ്ട്, ജഡ്ജിമാർക്കുള്ള നിർദ്ദേശങ്ങളായിക്കൊണ്ട്. അതേപോലെ തന്നെ ഈ അമീർമാരെ അദ്ദേഹം ഓരോ വർഷത്തിലും ഹജ്ജിന്റെ വേളയിൽ ഒരുമിച്ച് കൂട്ടുകയും അവരെ വിചാരണ ചെയ്യുകയും ചെയ്യാറുണ്ട്. അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. എന്തെങ്കിലും തെറ്റ് വന്നു എന്ന് തോന്നിപ്പോയാൽ അവരെ തിരിച്ചു വിളിക്കും. ആക്ഷേപങ്ങൾ പറയാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഅദ് ബിൻ അബി വഖാസിനെ പോലും അദ്ദേഹം മടക്കി വിളിച്ചത്. അതേപോലെ തന്നെ അവരിൽ നിന്ന് തെറ്റ് വന്നാൽ അവരെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. മുഗീറത്ത് ബിൻ ശുഅബയെ അദ്ദേഹം തിരിച്ചു വിളിച്ചതൊക്കെ അതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാമിക സാമ്രാജ്യത്തിന് ബൈത്തുൽ മാൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതും. അങ്ങനെ മുസ്ലിങ്ങളുടെ സ്വത്ത് അതിൽ ഒരുമിച്ച് കൂട്ടുകയും ഓരോ വർഷവും ജർദ് കണക്കെടുപ്പ് ഓഡിറ്റിംഗ് ഏർപ്പെടുത്തുകയും ആ വർഷത്തിന് ശേഷം ബാക്കിയുള്ളത് അതിൽ നിന്ന് ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആദ്യമായി അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ രൂപത്തിൽ നമ്മൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അതിർത്തി, ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തി അദ്ദേഹം സുരക്ഷിതമാക്കി അതിന് അടയാളം വെച്ചു. അതേപോലെ തന്നെ ഓരോ ഗവർണറേറ്റുകളും തമ്മിലുള്ള അകലവും അതിൻ്റെ അതിരുമൊക്കെ അദ്ദേഹം നിശ്ചയിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ആധുനികമായ ഏതൊരു ഭരണവും എത്തിച്ചേരുന്നതിന് അവസാനമാണ് ഇതൊക്കെ. ഈ കാര്യമാണ് അദ്ദേഹം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ വിസ്തൃതി ദിവസവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിൽ ഒരു ശക്തമായ ഒരു ഭരണകൂടത്തിന് അടിത്തറയിട്ടുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിയുന്നത്, അതായത് ഷഹീദായി കൊല്ലപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾക്ക് ആ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംസാരവും ഈ ഒത്തുചേരലും സാലിഹായ ഒരു കർമ്മമായി അവൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.